കാട്ടുനായിക എന്ന സ്ഥലമാണ്. ഇവിടെയാണ് ശ്രീലങ്കയുടെ ബണ്ടാരനായിക അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. കാട്ടുനായിക ജനസംഖ്യ നന്നേ കുറഞ്ഞൊരു പട്ടണമാണ്. ഇത് ശ്രീലങ്കയുടെ എക്സ്പ്രസ് വേ ആണ്. എയർപോർട്ടിൽ നിന്നും കൊളംബോ സിറ്റിയിലേക്കുള്ള എക്സ്പ്രസ് വേ. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് കൊളംബോ പട്ടണം. ഇപ്പോൾ 3 മണിയായി. നല്ല വെയിലാണ്. എക്സ്പ്രസ് വേയുടെ ഇരുവശങ്ങളിലുമായിട്ട് നിറയെ കണ്ടൽക്കാടുകളും തെങ്ങും വാഴയും വളരുന്ന തോപ്പുകളാണ് കാഴ്ചയിൽ. എക്സ്പ്രസ് വേയുടെ ഇരുവശത്തും ജനവാസം വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കുകയും ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ പ്രസിഡന്റ് മഹീന്ദ്ര രാജപക്ഷെ ഒളിച്ചോടി രാജിവെച്ചു. അന്ന് നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം 10 ഇരട്ടി വരെ വിലവർധനവുണ്ടായി. ഇപ്പോൾ ശ്രീലങ്ക സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കൊളംബോയുടെ ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആയ ലോട്ടസ് ടവറാണ് കാഴ്ചയിൽ. ഇപ്പോൾ ഒരു ഫ്ലൈ ഓവറിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ കൊളംബോ പട്ടണത്തോട് ഇപ്പോൾ അടുക്കാറായി. ഈ മുന്നിൽ സിലോൺ പെട്രോളിയം കോർപ്പറേഷൻ്റെ റിഫൈനറിയുടെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇടതുവശത്തായിട്ട് നിറയെ ഫ്ലാറ്റ് സമുച്ചയങ്ങളും. ശ്രീലങ്ക അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെല്ലാം മുൻപന്തിയിൽ തന്നെയാണ്. ഇവിടെ വേറെ ഫ്ലൈ ഓവറിൻ്റെ പണിയെല്ലാം നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ശിവ എന്നാണ് ഇയാളുടെ പേര്. ശ്രീലങ്കൻ തമിഴ് വംശജനാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കണ്ടെയ്നർ ലോറികളുടെ നീണ്ട നിരയാണ്. കൊളംബോ തുറമുഖം ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ്. ഇവിടുന്ന് കൊളംബോ പട്ടണത്തിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം. ഈ മുന്നിൽ കാണുന്നത് സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ്. ഇതിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നടക്കിയ ബോംബ് സ്ഫോടനമുണ്ടായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ യോർക്ക് സ്ട്രീറ്റിലെത്തി. ഇവിടെ നേരെ HSBCയുടെ ആസ്ഥാന മന്ദിരമാണ് ഇവിടെ കാണുന്നത്. യോർക്ക് സ്ട്രീറ്റിൽ നിറയെ കൊളോണിയൽ മന്ദിരങ്ങളാണ്. ഇത് കൊളംബോ സിറ്റിയിലെ പഴയ ടൗണിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. ഇതിനടുത്തായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓവർസീസ് ബ്രാഞ്ച് ഇവിടെ കണ്ടു. പിന്നെ ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ശൃംഖലയായ കാർഗിലിൻ്റെ ഹെഡ് ഓഫീസ്, പഴയ ഓസ്ട്രേലിയൻ ഹൗസ് എല്ലാം ഈ യോർക്ക് സ്ട്രീറ്റിലാണ്. അടുത്തതായിട്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാനാണ് പോകുന്നത്. ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇവിടുത്തെ വലിയൊരു 5 നക്ഷത്ര ഹോട്ടലാണ് ഈ കാണുന്നത്. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിനടുത്തെത്തി. ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്ലാറ്റ് സമുച്ചയമാണ്. ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. ശ്രീലങ്കയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിലാണ് പ്രവർത്തിച്ചു വരുന്നത്. വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരു ടിൻ ടവറാണ്. ഇത് 1681 ഡച്ചുകാർ പണി കഴിപ്പിച്ച ഡച്ച് ഹോസ്പിറ്റലാണ് അന്നത്തെ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ബാങ്ക് ഓഫ് സിലോൺ ഇതിൻ്റെ ആസ്ഥാന മന്ദിരമാണ്. ഇതാണ് ബാങ്ക് ഓഫ് സിലോണിൻ്റെ ആസ്ഥാന മന്ദിരം. വലതുഭാഗത്തായിട്ട് ഈ കാണുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ ബാങ്കിങ് രംഗം നിയന്ത്രിക്കുന്നത്
ശ്രീലങ്കയുടെ സെൻട്രൽ ബാങ്കാണ്. ഇടത് ഭാഗത്തായിട്ട് 5 നക്ഷത്ര ഹോട്ടൽ ഗലാതിരി ഹോട്ടൽ. അടുത്തായിട്ട് കൊളംബോ ലൈറ്റ് ഹൗസ് കാണാനാണ് പോകുന്നത്. ഇത് കൊളംബോ പോർട്ട് സിറ്റി നിർമ്മാണം നടക്കുന്ന ഭാഗമാണ്. ഇതാണ് ഗലാതിരി ഹോട്ടൽ, നേരത്തെ കണ്ട. കൊളംബോ ലൈറ്റ് ഹൗസിനടുത്തെത്തി. കൊളംബോ ലൈറ്റ് ഹൗസ് 1820 സ്ഥാപിച്ചത്. പിന്നെ ഇത് പുതുക്കിയൊക്കെ പണിതു. ഇപ്പോൾ മനോഹരമായ കാഴ്ചകളാണ്. കൊളംബോ ലൈറ്റ് ഹൗസിന് ബാക്കിലായിട്ടാണ് കൊളംബോ പോർട്ട് സിറ്റിയുടെ നിർമ്മാണം. ദുബായ് പോർട്ട് സിറ്റിയുടെ മാതൃകയിലാണ് നിർമ്മാണം നടക്കുന്നത്. കടലെല്ലാം മണ്ണിട്ട് നികത്തിയിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ചൈനയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. 30% ചൈനയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. $15 ബില്യൺ ചെലവ് വരുന്ന പദ്ധതിയാണ് കൊളംബോ പോർട്ട് സിറ്റി. ഇവിടെ നിന്ന് വീണ്ടും ഗലി ഫേസ് കാണാനാണ് പോകുന്നത്. കൊളംബോ സിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഗലി ഫേസ്. ഈ കാണുന്നത് ഇവിടുത്തെ ശ്രീലങ്കയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരമാണ്. ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ശ്രീലങ്കയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പുതിയ തലസ്ഥാനമായ ജയവർദ്ധനപുര കോട്ടയിലാണിപ്പോൾ. ഇനി ഗലി ഫേസിലെത്തി. ഇടത് ഭാഗത്ത് കാണുന്ന ഭാഗം ഗ്രീൻ ഗലി ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഗലാതിരി ഹോട്ടൽ, വേൾഡ് ട്രേഡ് സെൻറ്റർ, സെക്രട്ടേറിയറ്റ് മന്ദിരമെല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇത് ഷംഗ്രീല ഹോട്ടലാണ് മുന്നിൽ. ഈ പാത കൊളംബോയിൽ നിന്നും ഗല്ലി എന്ന പട്ടണത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു പാതയാണ്. ഇതാണ് ഗലി ഫേസിലെ കാഴ്ചകൾ. ഇപ്പോൾ ഗലി ഫേസ് ബീച്ചിലെത്തി. ഇതാണ് ബീച്ച് സൈഡിലെ ചെറുകിട കച്ചവടക്കാരൊക്കെയാണത്. നേരെ മുന്നിൽ ശ്രീലങ്കയുടെ ദേശീയ പതാക പാറിപ്പറക്കുന്നുണ്ട്. കൊളംബോ സിറ്റി ശ്രീലങ്കയുടെ വെസ്റ്റേൺ പ്രൊവിൻസിൻ്റെ തലസ്ഥാനമാണ്. ഇത് ഇന്ത്യൻ മഹാസമുദ്രം. നേരെ മുന്നിൽ കൊളംബോ പോർട്ട് സിറ്റിയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ശ്രീലങ്കയിൽ ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ്. ശ്രീലങ്കയുടെ GDPയിൽ 13.5% സംഭാവന ചെയ്യുന്നത് ടൂറിസമാണ്. ഇത് താജ് ഹോട്ടലാണ്. ഒരു സ്വച്ഛസുന്ദരമായ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അടുത്തതായി ഇവിടുന്ന് ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഗലി ഫേസ്, ഇത് നേരത്തെ കണ്ട താജ് സമുദ്ര ഹോട്ടൽ ഇതിൻ്റെ മുൻവശം. വലതുഭാഗത്ത് ഈ കാണുന്നത് ഗലി ഫേസ് ഹോട്ടലാണ്. അപ്പോൾ ഡൗൺ ടൗണിലെത്തി. ശ്രീലങ്കയുടെ പുതിയ ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഡൗൺ ടൗൺ. ഡൗൺ ടൗണിൽ വൻകിട ഷോപ്പിംഗ് മാളുകൾ, സ്പാ, കാസിനോസൊക്കെ ഈ സ്ട്രീറ്റിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ അമേരിക്കൻ എംബസിയുടെ ഓഫീസ്,
ഈ സ്ട്രീറ്റിൽ തന്നെയാണ് ചർച്ച്. ഇപ്പോൾ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് ശ്രീലങ്കൻ പ്രസിഡൻറ്റിൻ്റെ വസതിയാണ് ഈ കാണുന്നത്. ഇന്ന് വലിയ തിരക്കില്ല ഇവിടെ, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. കൊളംബോ പട്ടണം സാമാന്യം ഭേദപ്പെട്ട പട്ടണങ്ങളിലൊന്നു തന്നെയാണ്. വൃത്തിയുള്ള നഗരം തന്നെയാണ്, വേർപ്പുമുട്ടലുകളൊന്നുമില്ല. നല്ല കാഴ്ചകളാണ് കൊളംബോ നഗരം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരു സഞ്ചാരിക്കും ഇവിടെ വന്നാൽ കൊളംബോ നഗരം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വലത് ഭാഗത്തൊരു ചർച്ച് കാണുന്നുണ്ട്. പിന്നെ നിരവധി ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളാണ്. നേരെ പോകുന്നത് ഗല്ലിയിലേക്കുള്ള റോഡാണ്. ഇത് അശോക് ലൈലൻഡ് ബസ്സാണ്. ലങ്ക അശോക് ലൈലൻഡ് എന്നാണ് ഇവിടുത്തെ ബസ്സിന് അറിയപ്പെടുന്നത്. ലങ്ക അശോക് ലൈലൻഡ്. ഇത് ഓട്ടോറിക്ഷ, ബജാജ് ഓട്ടോറിക്ഷകളാണ് ഇവിടെ അധികവും. അതിന് ടുക് ടുക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കൊളംബോ പട്ടണം. ചപ്പും ചവറുകളൊന്നും എവിടെയും കാണാൻ കഴിഞ്ഞില്ല എത്ര നേരം. അടുത്തതായിട്ട് ഇവിടുത്തെ പ്രസിദ്ധമായ ബുദ്ധക്ഷേത്രം, ശ്രീ ഗംഗാരമയ്യ ബുദ്ധക്ഷേത്രത്തിനടുത്തേക്കാണ് പോകുന്നത്. ഇതാണ് ആ ബുദ്ധക്ഷേത്രം, ശ്രീ ഗംഗാരാമയ്യ ബുദ്ധക്ഷേത്രമാണത്. ഇപ്പോൾ ഇവിടെ നിന്ന് ബിയാറ ലൈക്കിനടുത്തെത്തിയപ്പോൾ ഇത് ആരിയോട്ട് ഹോട്ടൽ, ഇതൊരു വലിയ ഷോപ്പിംഗ് മാളാണ് ഇവിടുത്തെ കൊളംബോ സിറ്റിയിലെ ഷോപ്പിംഗ് മാള്. ഈ പാത കൊളംബോയിൽ നിന്നും ട്രിങ്കോമാലിയിലേക്കുള്ള റോഡാണ്. അത് നേരെ മുന്നിൽ ലോട്ടസ് ടവർ കാണുന്നുണ്ട്. ഇതാണ് ബിയാറ ലേക്ക്. ബിയാറ ലേക്കിന് ചുറ്റുമായിട്ട് അമ്പരചുംബികളായ വാണിജ്യ സമുച്ചയങ്ങളും വൻകിട ഹോട്ടലുകളൊക്കെയാണ് ഈ ബിയാറ ലേക്കിന് ചുറ്റുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മാരിയോട്ട് എന്ന 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ കൊളംബോ സിറ്റിയിലെ പാർക്ക് കാണാനാണ്. ഇതാണ് വലതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ വിഹാര മഹാദേവി പാർക്ക്. ശ്രീലങ്കയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ പാർക്കാണ് വിഹാര മഹാദേവി പാർക്ക്. നേരത്തെ ഇതിൻ്റെ പേര് ക്യൂൻസ് പാർക്ക് എന്നായിരുന്നു. പാർക്കിൻ്റെ മുന്നിൽ ഒരു ബുദ്ധ പ്രതിമയുണ്ട്. പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൊളംബോയുടെ ടൗൺ ഹാളാണ് ഇത്. ഇതിപ്പോൾ മേയർ ഓഫീസായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. 1917 ബ്രിട്ടീഷുകാരിത് പണി കഴിപ്പിച്ചത്. ഇതാണ് വിഹാര മഹാദേവി പാർക്കിൻ്റെ മുൻവശം. വിഹാര മഹാദേവി പാർക്കിന് അടുത്ത് തന്നെയാണ് ശ്രീലങ്കയുടെ ഫ്രീഡം സ്ക്വയർ. ഇതാണ് ഫ്രീഡം സ്ക്വയർ. ശ്രീലങ്കയ്ക്ക് 1948 ഫെബ്രുവരി 4 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഫ്രീഡം സ്ക്വയറിൻ്റെ മുന്നിൽ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് ശ്രീലങ്കയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ
സ്റ്റീഫൻ സേനനായകയുടെ പ്രതിമയാണ്. ഫ്രീഡം സ്ക്വയറിൻ്റെ ബാക്കിലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആർക്കേഡ് മന്ദിരമാണത്. ഇവിടെ ഇപ്പോൾ കുറച്ച് ഷോപ്സൊക്കെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. നേരത്തെ ഇതൊരു ലുനാറ്റിക് അസ്ലിയമായിരുന്നു. ഇതിനടുത്തൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടും പവലിയനൊക്കെ കാണുന്നുണ്ട്. കൊളംബോ സിറ്റിയിൽ നേരത്തെ കൊളംബോ ആയിരുന്നു ശ്രീലങ്കയുടെ തലസ്ഥാനം. ഇതാണ് കൊളംബോ മ്യൂസിയം. ശ്രീലങ്കയുടെ എല്ലാ ഭാഗത്തും കൊളോണിയൽ മന്ദിരങ്ങളാണ് കാഴ്ചയിൽ വരുന്നത്. കൊളംബോ സിറ്റി ശരിക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പട്ടണം തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിക്കും നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു നഗരം തന്നെയാണ്. ഇടത് ഭാഗത്ത് കാണുന്നത് ഈ കൊളംബോയിലെ ഇൻഡസ്ട്രിയൽ പാർക്കാണത്. അടുത്തായിട്ട് ഇതാ ഇപ്പോൾ ലോട്ടസ് ടവറിന് മുന്നിലെത്തി. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ടവറാണത്. 356 മീറ്റർ ഉയരമുള്ള ടവർ. ഇത് ചൈനയാണ് പണി കഴിപ്പിച്ചത്. ഇതിലിപ്പോൾ റേഡിയോ നിലയം, TV സ്റ്റേഷനെല്ലാം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് പേട്ട എന്ന സ്ഥലത്തെ. ഇതിനടുത്ത് തന്നെയാണ് കൊളംബോയിലെ ബസ് സ്റ്റാൻഡ്. ഇന്ന് ആൾത്തിരക്കൊന്നുമില്ല. ഇതൊരു ചെറിയ ലേക്കാണ് ഇവിടുത്തെ. ഇവിടെ നിന്നിനി അടുത്തതായിട്ട് കൊളംബോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് കൊളംബോ റെയിൽവേ സ്റ്റേഷൻ. ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീലങ്കയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് ഇവിടെ നിന്നാണ് റെയിൽ സർവീസ് ആരംഭിക്കുന്നത്. ശ്രീലങ്കയ്ക്ക് 1500 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽ ശൃംഖലയാണുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ബെൻറ്റോട്ട എന്ന ബീച്ച് ടൗണിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.